ശ്രീ നിസാം സെയ്ദ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സഖ്യം എന്ന് ചോദിച്ചാൽ രണ്ട് സമുദായ നേതാക്കൾക്കും പറയാനുള്ളത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ആ സഖ്യം എന്നതാണ്. എന്താണ് അതിലേക്ക് നയിച്ച സാഹചര്യം എന്നത് ഇവിടെ BJP പ്രതിനിധി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഒന്ന്, വി ഡി സതീശന്റെ ആ പരാമർശങ്ങളാണ്. അതായത് അവർ ഇപ്പോൾ വർഗീയതയ്ക്കൊപ്പമല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശം. രണ്ട്, കാന്തപുരത്തിന്റെ കേരള യാത്രയുടെ സമാപന വേദിയിൽ ആണ് മറ്റ് സമുദായ നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാക്കുകൾ വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ പ്രകോപനങ്ങളാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്? ന്യൂനപക്ഷങ്ങളുടെ പ്രീണനം, ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ നടത്തുന്ന ശ്രമങ്ങളാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു ഐക്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്? കേരളത്തിലെ രണ്ട് പ്രമുഖ സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാർ ചേർന്ന് അവർ ഒന്നിച്ചു ചേരാൻ പോകുന്നു, ഒന്നിച്ച് പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒന്നിച്ചു ചേരാൻ പോകുന്നു എന്ന് പറയുന്നത് ഒട്ടും നിഷ്കളങ്കമല്ല എന്ന് നമുക്കറിയാം. പ്രധാനമായും ഈ ഒന്നിച്ചു ചേരലിലെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപരമത വിദ്വേഷമാണ്. മറ്റൊരു മതത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഒന്നിച്ചു ചേരലാണ്. ഒരു ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ ഐക്യപ്പെടണം, നമ്മളുടെ നിലനിൽപ്പ് ഭീഷണിയിലായിരിക്കുന്നു എന്ന ഒരു വാദം ഉയർത്തിയുള്ള ഒന്നിച്ചു ചേരലാണ്, ഐക്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇത് നിഷ്കളങ്കമായി സംഭവിക്കുന്നതല്ല എന്ന് നമുക്കറിയാം. ഇതിന് രണ്ട് തരത്തിലുള്ള പ്രതലങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇതിനൊരു ഐഡിയോളജിക്കൽ പ്രോജക്റ്റ് ഉണ്ട്, പ്രത്യയശാസ്ത്രപരമായ ഒരു ലക്ഷ്യം ഇതിനുണ്ട്. ആ പ്രത്യയശാസ്ത്രപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നത് കേരളത്തിൽ നിന്നല്ല എന്ന് നമുക്കറിയാം. അത് RSSന്റെ പ്രത്യയശാസ്ത്രമാണ്. മുസ്ലിം വിഭാഗത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി, ശത്രുഭഷ്ടത്ത് നിർത്തി മറ്റ് ഹിന്ദു സംഘടനകളെ, ഹിന്ദു വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുക, അപരമത വിദ്വേഷം പുലർത്തുക, അത്തരം ഒരു പരിസരം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിന്റെ ഡെമോഗ്രഫി കൊണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു മതേതരത്തെ തകർക്കാനുള്ള ഒരു ശ്രമം, ഒരു സവർണ അധീശത്വം, ഇത് RSSന്റെ ഐഡിയോളജിക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഒരു മേധാവിത്വം കിട്ടാനുള്ള ശ്രമം തുടങ്ങിയ RSSന്റെ ദീർഘകാലമായ ഒരു ഐഡിയോളജിക്കൽ പ്രോജക്റ്റിന്റെ ഒരു ഉപകരണം മാത്രമാകെ മാറുകയാണ് ഈ ഐക്യത്തിലൂടെ ഈ രണ്ട് സമുദായ നേതാക്കന്മാരും ചെയ്യുന്നത്. അതുകൊണ്ട് അത് അത്ഭുതമൊന്നുമില്ല, അത് അവർ ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇതിന് ഐഡിയോളജിക്കൽ ഒരു പ്രോജക്റ്റ് നടക്കുമ്പോൾ തന്നെ ഈ ഐഡിയോളജിക്കൽ പ്രോജക്റ്റിന് ശേഷം ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഉണ്ടാകും എന്ന് നമുക്കറിയാം. അത് മറ്റ് BJP വിജയിച്ച എല്ലാ സ്ഥലത്തും RSS ആദ്യം ഇത്തരം അപരമത വിദ്വേഷത്തിന്റെ ഒരു പ്രചരണം നടത്തുകയും ആ പ്രചരണത്തിന്റെ ഫലമായി രാഷ്ട്രീയ അധികാരം പിടിക്കാനുള്ള ഒരു ശക്തിയായി BJP വളർന്നു വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം ഒരു ഐഡിയോളജിക്കൽ പ്രോജക്റ്റ് ഈ നീക്കത്തിൽ പറ്റുന്നുണ്ട്. അതിനപ്പുറത്ത് ഉടൻ സമീപഭാവിയിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഇവിടെയുണ്ട്. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിന്റെ പ്രയോക്താക്കൾ RSSോ BJPയോ അല്ല, CPM ആണെന്നുള്ളതാണ് അത്ഭുതകരമായ ഒരു കാര്യം. UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ മറ്റു മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള മതവിഭാഗങ്ങൾ സുരക്ഷിതരല്ല എന്ന ഒരു നരേറ്റീവ് CPMന്റെ നേതാക്കന്മാർ സൃഷ്ടിക്കുകയാണ്. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാകും. അതുകൊണ്ട് തന്നെ അപരമതവിഭാഗങ്ങൾ കേരളത്തിൽ അപകടത്തിലാകും എന്നുള്ള കടുത്ത വർഗീയത പുലർത്തുന്ന ഒരു പ്രസ്താവന CPMന്റെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. അതിനെ മുഖ്യമന്ത്രി സാധൂകരിക്കുന്നു. അത്തരം ആ ഒരു നീക്കത്തിലൂടെ കേരളത്തിൽ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി കേരളത്തിലെ ഹിന്ദു മതവിഭാഗങ്ങളെ ഏതാണ്ട് പൂർണ്ണമായും LDFിലേക്ക് വരുത്താൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത്. അതിനറിഞ്ഞോ അറിയാതെയോ NSSനെ പങ്കാളികളാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ ശ്രമം വിജയിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം ഇവർ തമ്മിൽ ഒത്തുചേരാനുണ്ടായിട്ടുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. നോക്കൂ, താങ്കൾ ഈ ചൂണ്ടിക്കാട്ടിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് വരുമ്പോൾ ആ കുഴിയിൽ വീഴാതിരിക്കാനുള്ള ഒരു ജാഗ്രത വേണമല്ലോ സ്വാഭാവികമായും. പക്ഷേ അങ്ങനെയാണോ ഉണ്ടായിട്ടുള്ളത്? ഞാൻ പറയുന്നത് ഈ കേരള യാത്രയിൽ ഉൾപ്പെടെ വെള്ളാപ്പള്ളിയെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ പരാമർശങ്ങൾ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളിയെ എന്നതിൽ യാതൊരു സംശയവുമില്ല. വർഗീയതയ്ക്കെതിരെയാണ് നിലപാടെന്ന് പറയുമ്പോൾ പോലും സമുദായ നേതാക്കളെ പിണക്കരുത് എന്ന സാമാന്യ ബോധം, അതിനുള്ള സാമാന്യമായിട്ടുള്ള നീക്കങ്ങൾ പ്രതിപക്ഷ നേതാവിന് ഇല്ലാണ്ട് പോയോ? കോൺഗ്രസിനുള്ളിൽ തന്നെ അക്കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.
ഈ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഏതാണ്ട് 80 മിനിറ്റ് സംസാരിച്ചു. ആ 80 മിനിറ്റും അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ മതേതര നിലപാടും കോൺഗ്രസ് എവിടെയൊക്കെ പരാജയപ്പെട്ടു എന്നുള്ളതും പറയാനായിട്ടാണ് ഈ 80 മിനിറ്റും അദ്ദേഹം ചെലവഴിച്ചതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഏതാണ്ട് 8-10 മിനിറ്റാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിച്ചത്. വി ഡി സതീശൻ ഉയർത്തിയത്, നിങ്ങൾ മതേതരത്വം പറയുമ്പോൾ മതേതരത്തെ വെല്ലുവിളിക്കുന്ന, മതേതരത്വത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളെ കാറിൽ കയറ്റിക്കൊണ്ട് പോയി ആകരുത് മതേതരത്വം പ്രസംഗിക്കുമ്പോൾ ആത്മാർത്ഥത ഉണ്ടാകണമെന്ന് പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം ആ നിലപാട് ആദ്യമായി പറഞ്ഞതല്ല. വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിന് അനുകൂലമായി പരസ്യമായി നിലപാടെടുക്കുന്നത് ആദ്യമല്ല. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ അദ്ദേഹം വളരെ വലിയ തോതിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി നിലപാടെടുത്തു. അദ്ദേഹം UDFന്റെ ഐശ്വര്യമായി മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് നേതാക്കന്മാർ ഇത്തരം വർഗീയ മതസംഘടനകളുടെ ആളുകളുമായി ഇത്തരം സംവാദത്തിൽ ഏർപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം വി ഡി സതീശൻ അത്തരം നേരിട്ടൊരു സംവാദം നടത്തിയതായി എനിക്ക് മനസ്സിലാകുന്നില്ല. മാത്രമല്ല, ഇന്ന് പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കന്മാരാരും അങ്ങനെ അതൊരു ബോധപൂർവമായ ട്രാപ്പാണ്. അതായത് ഈ മതസംഘടനകളെയും കോൺഗ്രസ് നേതാക്കന്മാരെയും പരസ്പരം ഏറ്റുമുട്ടിക്കാൻ ശ്രമിച്ച് അവിടെ ഒരു സ്ലാങ്ങിങ് ഫെസ്റ്റ് നടത്തി, അന്യോന്യം ചെളിവാരിയൽ നടത്തി, ഇരുവരെയും ഒരു ജനമധ്യത്തിൽ അപഹാസ്യരാക്കുക എന്നുള്ള ഒരു വിദഗ്ധമായ രാഷ്ട്രീയ കെണി ചില ഭാഗങ്ങളിൽ നിന്നും ബോധപൂർവമായി ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്നും ഇന്ന് കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിൽക്കുന്ന, ബുദ്ധിപരമായി ആ ട്രാപ്പിൽ പെടാതെ നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വി ഡി സതീശൻ എടുത്ത നിലപാട്, വി ഡി സതീശനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ, വി ഡി സതീശൻ UDFന്റെ ചെയർമാനാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFനെ നയിക്കുന്നയാളാണ്. വി ഡി സതീശനെ ആക്രമിക്കുന്നത് ബോധപൂർവമായി UDFനെ ആക്രമിക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ആരെങ്കിലും വിട്ടുനിൽക്കും, അതിനോട് കുറിച്ച് മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകും എന്നുള്ള ധാരണ എനിക്കില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. പക്ഷേ കോൺഗ്രസിൽ എത്ര പേർക്ക് ഈ അഭിപ്രായമുണ്ട് എന്നത് ഒരു ചോദ്യമാണ്. ശ്രീ നിസാം സെയ്ദ്, ഇന്ന് നേതാക്കന്മാരുടെ പേരെടുത്ത് പറഞ്ഞ് വെള്ളാപ്പള്ളി പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കളോട് ചോദിക്കുമ്പോൾ ആർക്കും കൃത്യമായ മറുപടിയില്ല. ഇതുവരെ എന്തുകൊണ്ട് വി ഡി സതീശനെ സംരക്ഷിക്കാൻ കോൺഗ്രസിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നില്ല എന്നതൊരു ചോദ്യമാണല്ലോ. മാത്രവുമല്ല, KPCC അധ്യക്ഷനോട് ചോദിക്കുമ്പോൾ ഒറ്റ വാക്കിൽ ഒരു മറുപടി പറഞ്ഞ് ഒഴിഞ്ഞു പോവുക മാത്രമാണ്. വർഗീയതയ്ക്കെതിരെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാനില്ല വേറെ ഒന്നിനും പറയാനെന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ സമുദായ നേതാക്കൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അത് കണ്ട് രസിക്കുന്നവർ കോൺഗ്രസിൽ ആരൊക്കെ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് സേനാപതിയോടും ചോദിക്കാമല്ലോ ആ കാര്യങ്ങൾ. ശ്രീ ജേക്കബ് ജോർജ്, എന്തായാലും നമ്മുടെ CPMന്റെ പ്രതിനിധികൾ ചർച്ചയിലില്ല. ഞാൻ ഈ നിമിഷവും അവരെ ആരെങ്കിലും കിട്ടുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും താങ്കളുടെ അടുപ്പം കൊണ്ട് താങ്കൾക്ക് അവരെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ചർച്ചയിൽ. കാരണം നമ്മുടെ പാനൽ അങ്ങനെ ആയിപ്പോയി. നോക്കൂ, ഇവിടെ ഈ വെള്ളാപ്പള്ളിക്ക് പിന്നിൽ CPM ആണ് എന്ന കാര്യമാണ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്, PMS എല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ അതിലും ഭീകരമാണ് സജി ചെറിയാൻ്റെതായി വരുന്ന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.